ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തിരുവനന്തപുരത്തുള്ള നിയമസഭ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നിയമസഭാ വാരം ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഏപ്രിൽ 26 മുതൽ മെയ് 3 വരെ പൊതുജനങ്ങൾക്ക് വേണ്ടി കാണാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമ്മൾ നിയമസഭ വിസിറ്റിന് പോയതാണ്. അപ്പോൾ ഇതാണ് അവിടെ നമ്മൾ ഗേറ്റ് കയറി നമ്മൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ഓഫീസിലേക്കാണ് പോകുന്നത്. അവിടെ എന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് ചെക്കിംഗ് ഒക്കെയാണ്. നമ്മൾ ബാഗും ഫോണും എല്ലാം അവിടെ കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. ഇങ്ങനെ ഒരു ഓഫീസ് കാണും. അപ്പോൾ ഇതിനകത്ത് പ്രവർത്തന സമയവും അങ്ങനെയെല്ലാം കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ട് വേണം അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ അതിൻ്റെ കൂടെ നമ്മൾ ഫോണെല്ലാം അവിടെ സബ്മിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഞങ്ങൾ നിയമസഭേൻ്റെ ഉള്ളിൽ വന്നിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ അവിടെയൊക്കെ ഫോണെല്ലാം സബ്മിറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ട് ഈ നിയമസഭാ മന്ദിരത്തിൻ്റെ അകത്തേക്കാണ് പോകുന്നത്. അവിടെയാണ് നമ്മുടെ നിയമസഭ ഉള്ളത്. നമ്മൾ ഈ ടി വിയിലും ന്യൂസിലൊക്കെ കാണാറുണ്ടല്ലോ, ഈ മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ സ്പീക്കറൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു ഡയസ്, അതൊക്കെ നമുക്ക് റിയലായിട്ട് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ പോയപ്പോൾ നല്ലൊരു ഫീലായിരുന്നു. കാരണം ഒന്നാമത് ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നല്ലൊരു ഉള്ളിലൊക്കെ കാണാൻ നല്ലൊരു സ്പേസ് ആണ് കേട്ടോ. ആർക്കിടെക്ചറും എല്ലാം നല്ല സൂപ്പറാണ്. അതേപോലെ തന്നെ അവിടെ ഉള്ളൊരു ഉദ്യോഗസ്ഥൻ നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നിയമസഭയിൽ ഓരോ സീറ്റും, സ്പീക്കർ ഇരിക്കുന്ന സീറ്റ്, അതുപോലെ അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന സീറ്റ്, അതുപോലെ ഭരണപക്ഷ സീറ്റ്, പ്രതിപക്ഷ സീറ്റ്, ഓഡിയൻസിനായിട്ടുള്ള സീറ്റ്, VIP-ക്കുള്ള സീറ്റ്, അതുപോലെ അവിടെ ഡോറുണ്ട്. ഓരോ ഡോറിനും ഓരോ പ്രത്യേകത ഉണ്ട്. അതായത് ഭരണപക്ഷം വരുന്നൊരു ഡോറ്, പ്രതിപക്ഷം വരുന്നൊരു ഡോറ്, പിന്നെ നമ്മൾ ഇറങ്ങിപ്പോകുന്നതിനൊരു ഡോറ്, നമ്മൾ ക്വിറ്റ് ചെയ്ത് പോകുന്നതിനൊരു ഡോറ്, അങ്ങനെ ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് അറിയാൻ പറ്റുന്നത്. ഉള്ളിൽ നല്ല സൂപ്പറാണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നല്ല സൂപ്പറാണ്. ഉള്ളിൽ ശരിക്കും നമ്മൾ ഒരു ടൈമെങ്കിലും ഒന്ന് പോയി കാണേണ്ട ഒരു സ്പേസാണ്. ഇതിപ്പോൾ ഫ്രീ എൻട്രിയും കൂടെ ആണല്ലോ ഈ നിയമസഭാ വാരം ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ചിലവില്ലാതെ നമുക്ക് ഉള്ളിൽ കയറി കാണാൻ പറ്റും. പിന്നെ അതല്ലാത്ത പക്ഷം നമുക്കുള്ളിൽ കയറി കാണണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു MLA-യുടെ പരിചയത്തിലോ അങ്ങനെ നമുക്ക് ഉള്ളിൽ ഒരു നിയമസഭാ സെഷൻ നടക്കുന്ന സമയത്ത് പോകാൻ പറ്റുള്ളൂ. ഇപ്പം ആക്ച്വലി അവിടെ സെഷനൊന്നുമില്ല, കാലിയാണ്. ഇവിടെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ 3 ഗേറ്റാണുള്ളത്. 2 ചെറിയ ഗേറ്റും ഒരു വലിയ ഗേറ്റും. ആ വലിയ ഗേറ്റ് ഇവർ ഓപ്പൺ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു VIP, നമ്മൾ പ്രസിഡൻറ്റ്, പ്രധാനമന്ത്രി അങ്ങനെ ആരെങ്കിലും വരുമ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ 3 സ്റ്റാച്യൂസാണ്. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, അംബേദ്കർ. ഇവിടെ 3 പേരുടെയും സ്റ്റാച്യു ആണ്. അത് കഴിഞ്ഞിട്ടാണ് നിയമസഭാ മന്ദിരത്തിൻ്റെ ആ ഒരു ബിൽഡിംഗ് വരുന്നത്. പിന്നെ അവിടെ മ്യൂസിയംസും ഉണ്ട്. അവിടെ G. കാർത്തികേയൻ മ്യൂസിയം, പിന്നെ അതുപോലെ ഡിജിറ്റൽ മ്യൂസിയം, ഇതല്ലാണ്ട് ഇതിനകത്തൊക്കെ നമുക്ക് ഈ കേരള മന്ത്രിസഭയുടെ ചരിത്രവും അങ്ങനത്തെ ഫോട്ടോസും കുറേ AI വീഡിയോസും അങ്ങനെയൊക്കെ കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഈ നിയമസഭേൻ്റെ പുറം ഭാഗത്തും, അതായത് മുൻഭാഗത്തൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ ഇവർ അനുവദിക്കുന്നുണ്ട്. അവിടെയൊക്കെ സ്ട്രിക്റ്റ് പോലീസ് കൺട്രോൾ ഉണ്ട്, എങ്കിലും നമുക്ക് ഇവിടുന്ന് ഫോട്ടോസ് എടുക്കാം. പിന്നെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല. അങ്ങനെ ഇതപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ TV-യിലൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളൂ, അതിപ്പം ഡയറക്റ്റ് കണ്ട് നമുക്കൊന്ന് അനുഭവിക്കാൻ പറ്റി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒപ്പം നമ്മളെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.